Hello friends, welcome to my YouTube channel Haru and Tanu. ഇന്നത്തെ വീഡിയോയിൽ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്ലം കേക്കിന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇനിയിപ്പോൾ ക്രിസ്മസ് ആകാനായിട്ട് അധികം നാളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ ക്രിസ്മസിന് എളുപ്പം തയ്യാറാക്കാൻ സാധിക്കുന്ന ഒരു പ്ലം കേക്കിന്റെ റെസിപ്പി കണ്ടു നോക്കാം. ഇതിനായിട്ട് നമ്മൾ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ കറുത്ത മുന്തിരി, സാധാരണ കിസ്മിസ്, ചെറീസ്, വാൾനട്ട്, ഡേറ്റ്സ്, കാഷ്യൂസ് എന്നിവയാണ് യൂസ് ചെയ്തേക്കുന്നത്. ചെറീസൊക്കെ ഞാൻ കുറച്ചൊന്ന് ചെറുതാക്കി കൊടുക്കുന്നുണ്ട്. വാൾനട്ട്സും ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് നമുക്ക് എടുക്കാം. ഈ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും കൂടി ചേർത്ത് ഞാൻ 3/4 കപ്പാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഡ്രൈഡ് കിവി ചേർക്കാം, അതുപോലെ തന്നെ ആപ്രിക്കോട്ട്സ് ചേർക്കാം, ട്യൂട്ടി ഫ്രൂട്ടി ചേർക്കാം. അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അവൈലബിൾ ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഏത് വേണമെങ്കിലും നമുക്ക് ചേർക്കാവുന്നതാണ്. നമ്മൾ സാധാരണ പ്ലം കേക്ക്സ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒരു മാസം മുമ്പ് തന്നെ ബ്രാൻഡിയിലോ അഥവാ വൈനിലോ ഒക്കെ നമ്മൾ സോക്ക് ചെയ്ത് വെക്കാറുണ്ട്. എന്നാൽ ഈ ഒരു പ്ലം കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ 1 മണിക്കൂർ മാത്രമേ ഈ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വയ്ക്കുന്നുള്ളൂ. പിന്നെയുള്ളൊരു വ്യത്യാസം എന്തെന്ന് വെച്ചാൽ നമ്മൾ സാധാരണയായിട്ട് കേക്ക് ഉണ്ടാക്കുമ്പോൾ ധാരാളമായിട്ട് എണ്ണയൊക്കെ ചേർക്കാറുണ്ട്, എണ്ണയോ ബട്ടറോ ഒക്കെ ചേർക്കാറുണ്ട്. എന്നാൽ ഈ ഒരു പ്ലം കേക്കിൽ ഞാൻ 3 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രമേ ചേർക്കുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് വൈനാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വൈനാണ്. നമുക്ക് റം അഥവാ ബ്രാൻഡി അഥവാ ഗ്രേപ്പ് ജ്യൂസ് ഓർ ഓറഞ്ച് ജ്യൂസ് ഇന്നത്തെ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യാവുന്നതാണ്. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് 1 മണിക്കൂർ ഇത് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് ഈ കേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് കേക്കൊക്കെ ഉണ്ടാക്കുന്നവർക്ക് അത് എളുപ്പമായിരിക്കും. നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ബേക്കിംഗ് ടിൻ പ്രിപ്പയർ ചെയ്യാം. നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുന്നത് കുക്കറിലാണ്. അപ്പോൾ നമുക്ക് കുക്കറിൽ വയ്ക്കാവുന്ന ഏതെങ്കിലും ഒരു പാത്രത്തിൽ 1 ടീസ്പൂൺ റിഫൈൻഡ് ഓയിൽ അഥവാ ബട്ടർ ചേർത്ത് കൊടുക്കാം. കൈ ഉപയോഗിച്ച് നല്ലവണ്ണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊരു ബട്ടർ പേപ്പർ ഇതുപോലെ വച്ചു കൊടുക്കാം. ആ ബട്ടർ പേപ്പറിൻ്റെ മുകളിലായിട്ടും നമുക്ക് ഓയിൽ ഒന്ന് തടവി കൊടുക്കാം. നമ്മുടെ ബേക്കിംഗ് ടിന്നിൻ്റെ സൈഡിലായിട്ടും ഒന്ന് എണ്ണ തടവി കൊടുക്കാം. എണ്ണ തടവിയതിനു ശേഷം ഇതുപോലെ തന്നെ ഒരു ബട്ടർ പേപ്പർ നമുക്ക് വച്ചു കൊടുക്കാം. ഇത് കേക്ക് എളുപ്പം വിട്ടു പോരാനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ബട്ടറോ റിഫൈൻഡ് ഓയിലോ ചേർക്കാവുന്നതാണ്. പക്ഷേ വെളിച്ചെണ്ണ മാത്രം ചേർത്ത് കൊടുക്കരുത്, നമ്മുടെ കേക്കിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. ഇനി നമുക്ക് കാരമൽ പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് 100 ഗ്രാം പഞ്ചസാര നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ പഞ്ചസാര ഒന്ന് കരിയിച്ചെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഈ പഞ്ചസാര ഒന്ന് കരിയിച്ചെടുക്കാം. പഞ്ചസാര അധികം കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അധികം കരിഞ്ഞു പോയാൽ ഒരു കയ്പ്പ് രസം വരും. ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് മേത്തേക്കൊന്നും തെറിക്കാൻ പാടില്ല. ഫ്ലെയിം സിമ്മിലിട്ടിട്ട് കുറേശ്ശെ വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ. പെട്ടെന്ന് കുറേ വെള്ളം ഒരുമിച്ച് ഒഴിച്ചാൽ അത് മേത്തേക്ക് തെറിച്ച് മേലൊക്കെ പൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ പഞ്ചസാര കട്ടയായി പോകും, അത് കുഴപ്പമില്ല. കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ കാരമൽ സിറപ്പ് റെഡിയാകും. കാരമൽ സിറപ്പ് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മിക്സി ജാറിലേക്ക് 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു ചെറിയ കഷ്ണം ജാതിക്കയുടെ പത്രി അതായത് ജാതിപത്രി എന്നിവ ചേർത്ത് നല്ലവണ്ണം ഒന്ന് പൊടിച്ചെടുക്കാം. പഞ്ചസാര പൊടിച്ചതും നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് 300 ഗ്രാം മൈദ നമുക്കൊന്ന് അളന്നെടുക്കാം.
നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന അളവ് കറക്റ്റ് ആയിരിക്കണം. ഞാനിവിടെ 300 ഗ്രാം മൈദ അളന്നാണ് എടുത്തേക്കുന്നത്, വെയ് ചെയ്താണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എന്നിവ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ 1 ടീസ്പൂൺ എന്ന് പറയുമ്പോൾ ലെവൽഡ് ആയിട്ടുള്ള 1 ടീസ്പൂണാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 1 കപ്പ് എന്ന് പറയുമ്പോൾ ലെവൽഡ് ആയിട്ടുള്ള 1 കപ്പാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാം ലെവൽഡ് ആയിട്ടുള്ള കണക്കാണ് ഈ പറയുന്നത്. ഇനി നമുക്ക് നല്ലവണ്ണം ഇതൊന്ന് മിക്സ് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാം. ഞാനിത് 3 പ്രാവശ്യം അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്ക് 2 പ്രാവശ്യം കൂടി ഇതൊന്ന് അരിച്ചെടുക്കാം. ഇങ്ങനെ അരിച്ചെടുക്കുമ്പോൾ നമ്മൾ ചേർത്തേക്കുന്ന ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ കേക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തി നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് പൊങ്ങി വരാൻ സഹായിക്കും. അങ്ങനെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് പ്രിപ്പയർ ചെയ്യണം. അതിനായിട്ട് ഒരു വലിയ ബൗളിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 3 മുട്ട നമുക്ക് പൊട്ടിച്ച് ചേർക്കാം. കേക്ക് ഉണ്ടാക്കുന്നതിന് കുറച്ച് മുൻപായിട്ട് മുട്ട എടുത്ത് പുറത്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് റൂം ടെമ്പറേച്ചറിലായിട്ട് കിട്ടും. ഇനി ഒരു ബീറ്ററോ ഹാൻഡ് വിസ്കോ ഉപയോഗിച്ച് നമുക്കിത് നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്കിതുപോലെ ഹാൻഡ് വിസ്ക് വെച്ചും ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്, പക്ഷെ കുറച്ചുകൂടി സമയമെടുക്കും. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ വാനില എസൻസ് ചേർത്തിട്ട് നമ്മൾ എഗ്ഗ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ആ എഗ്ഗി സ്മെൽ ഒട്ടും തന്നെ ഉണ്ടാകില്ല. പലരും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, നമ്മൾ മുട്ട ചേർത്ത് കേക്ക് ഉണ്ടാക്കുമ്പോൾ എഗ്ഗി സ്മെൽ എടുത്ത് തോന്നിക്കുമോയെന്ന്. അപ്പോൾ വാനില എസൻസ് ചേർത്തിട്ട് ഇതുപോലെ നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒട്ടും തന്നെ ആ എഗ്ഗി സ്മെല്ല് തോന്നില്ല. നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്തേക്കുന്ന കാരമൽ ഇവിടെ തണുത്ത് റൂം ടെമ്പറേച്ചറിലായിട്ടുണ്ട്. അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കാരമൽ ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം 3 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. റിഫൈൻഡ് ഓയിലിന് പകരമായിട്ട് നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കണം, ബട്ടർ റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഓയിൽ ചേർത്തിട്ട് അധികം ഒന്നും ബീറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ മിക്സ് ചെയ്ത് എടുത്തു വച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതുപോലെ ഒരു സീവി കൂടെ 2-3 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടി മാത്രം ബീറ്റർ കൊണ്ട് ബീറ്റ് ചെയ്താൽ മതി. ഓവറായിട്ട് ബീറ്റ് ചെയ്ത് ഓവറായിട്ട് മിക്സ് ചെയ്യണ്ട. അങ്ങനെ ചെയ്താൽ നമ്മുടെ കേക്ക് പൊങ്ങി വരില്ല. ഞാനിവിടെ 3 ബാച്ചസ് ആയിട്ടാണ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പൊടിച്ച പഞ്ചസാരയാണ്. നമ്മൾ നേരത്തെ സ്പൈസസ് ചേർത്ത് പൊടിച്ച് വെച്ചിരുന്ന പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ കുറച്ച് തിക്കായിട്ടുണ്ട്. ഒന്ന് ലൂസ് ആക്കാനായിട്ട് ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുത്ത് നോക്കുക. പോരാന്ന് തോന്നുവാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ കൂടി ചേർക്കുക. അങ്ങനെ എനിക്ക് ടോട്ടലായിട്ട് ആവശ്യം വന്നത് 5 ടേബിൾ സ്പൂൺ പാലാണ്. പാലുകൂടി ചേർത്തിട്ട് ബാറ്റർ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്തിട്ട് തടിത്തവി ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ബീറ്റർ ആവശ്യമില്ല, ബീറ്റർ മാറ്റി വെച്ചേക്കാം. ഞാൻ ഈ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ മൈദ ചേർത്ത് കോട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് കേക്കിൻ്റെ താഴെ വന്ന് സിങ്ക് ചെയ്തിരിക്കില്ല. അങ്ങനെ അവസാനമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ വിനാഗിരിയാണ്. ഈ വിനാഗിരി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്ന ബേക്കിംഗ് സോഡയും വിനീഗറും കൂടെ റിയാക്ട് ചെയ്തിട്ട് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റും ഫ്ലഫിയുമായി മാറും. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡിയാണ്. നല്ല റിച്ച് ആയിട്ടുള്ള കേക്കിൻ്റെ ബാറ്ററാണ്. ഇനി നമുക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ടിന്നിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ബാറ്റർ പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് ബാറ്റർ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് കുറച്ചുകൂടി ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. നമുക്ക് കുക്കർ 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാം ഹൈ ഫ്ലെയിമിലിട്ടിട്ട്. കുക്കറിൻ്റെ അകത്തായിട്ട് ഞാൻ ഇതുപോലത്തെ കുക്കറിൻ്റെ ഒപ്പം തന്നെ കിട്ടുന്ന ഒരു തട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ. എന്നിട്ട് നമുക്ക് കേക്കിൻ്റെ ടിൻ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. നമ്മുടെ കേക്കിൻ്റെ ടിൻ കുക്കറിൻ്റെ സൈഡിലൊന്നും തൊടാത്ത രീതിയിൽ വേണം വച്ച് കൊടുക്കാനായിട്ട്. നമുക്ക് കുക്കറിൻ്റെ ഗ്യാസ്കറ്റ് ഇട്ട് കൊടുക്കാം, പക്ഷെ വെയിറ്റ് ഇട്ട് കൊടുക്കണ്ട. നമ്മുടെ കേക്കിൻ്റെ ടിൻ കുക്കറിൻ്റെ സൈഡിൽ മുട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഭാഗം കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ കുക്കറിന് നല്ല ചൂടുണ്ട്, അപ്പോൾ സൂക്ഷിച്ച് വേണം ഈ കേക്കിൻ്റെ ബാറ്റർ ഇറക്കി വയ്ക്കാനായിട്ട്. എന്നിട്ട് കുക്കറിൻ്റെ ലിഡ് ഇട്ട് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ആദ്യത്തെ 5 മിനിറ്റ്സ് ഹൈ ഫ്ലെയിമിലും പിന്നീട് അങ്ങോട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 20 മിനിറ്റ്സും കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, വിസിലിടേണ്ട ആവശ്യമില്ല. 20 മിനിറ്റ്സിന് ശേഷം എൻ്റെ കേക്ക് നല്ലവണ്ണം കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ഒന്ന് സ്ക്യൂവർ വെച്ച് കുത്തി നോക്കാം. ക്ലീൻ ആയിട്ട് വരുവാണെങ്കിൽ നമ്മുടെ കേക്ക് കുക്ക്ഡ് ആണെന്ന് അർത്ഥം. ഇപ്പോൾ എൻ്റെ കേക്ക് ഇവിടെ കുക്ക്ഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. കണ്ടോ, എൻ്റെ കേക്ക് നല്ലവണ്ണം പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ടെക്സ്ചറാണെന്ന് കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ എൻ്റെ കേക്ക് ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് പാത്രത്തിൽ നിന്ന് മാറ്റി നോക്കാം. നമ്മൾ ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്ത കാരണം നമ്മുടെ കേക്ക് എളുപ്പം തന്നെ ഇളകിപ്പോരും. അങ്ങനെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലഫി ആയിട്ടുള്ള ക്രിസ്മസ് സ്പെഷ്യൽ ഡ്രൈ ഫ്രൂട്ട് പ്ലം കേക്ക് ഇവിടെ റെഡിയാണ്. നമുക്ക് ഇതൊന്ന് മുറിച്ച് നോക്കാം. അപ്പോൾ ഈ കേക്കിൻ്റെ ടെക്സ്ചർ നോക്കൂ, എത്ര സോഫ്റ്റും ഫ്ലഫിയുമായിട്ടുള്ള ഒരു ടെക്സ്ചറാണ്. ഈ ഒരു റെസിപ്പി എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ് ഹരു ആൻഡ് തനു. ബൈ.